12 കിലോമീറ്ററിൽ 1 കിലോമീറ്ററിൻ്റെ ഉത്തരവാദിത്തം റെയിൽവേ എത്രത്തോളം ഗൗരവത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്? കൂടാതെ ഇപ്പോൾ ഈ പറയുന്ന ബാക്കി ഭാഗത്തെ കോർപ്പറേഷൻ്റെ വീഴ്ച, വിവിധ വകുപ്പുകളുടെ വീഴ്ച, ഇതൊക്കെ ഇതുപോലെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഒരു ജീവൻ കുരുങ്ങിക്കിടക്കുന്നുവെന്ന് നാം കരുതുന്ന ഭാഗമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ റെയിൽവേ ലൈനുകളുടെ താഴെയാണ്. ഇപ്പോൾ അങ്ങേക്ക് ഒരു കാര്യം അറിയാമല്ലോ, ഈ ജീവനെ എങ്ങനെയാണ് പ്രാധാന്യത്തോടെ റെയിൽവേ കാണുന്നത് എന്നുള്ളൊരു ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. ഇന്നലെ രാത്രി മുതൽ ഈ കോർപ്പറേഷൻ അധികൃതർ റെയിൽവേയോട് പറയുകയാണ് 4-5 ലൈനുകളിലെ ട്രെയിൻ ഗതാഗതത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം. തിരിഞ്ഞു നോക്കുന്നില്ല ആ ഭാഗത്തേക്ക്. എന്ന് മാത്രമല്ല, അവിടെ എങ്ങനെയാണോ സർവീസ് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ തുടരുകയാണ്. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ അവിടെ കുരുങ്ങിക്കിടക്കുകയാണോ, ജീവനോടെയുണ്ടോ, മൃതപ്രായനാണോ, അതോ ഇനി ജീവനോടെ അല്ലയോ, ഇതിനെപ്പറ്റിയൊന്നും അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. റെയിൽവേയെ സംബന്ധിച്ച് ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് കരുതാൻ ഇന്നലെ 11 മണി മുതൽ അവർക്ക് എങ്ങനെ കഴിയുന്നു? വേണു, ഇതിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അവര് പ്യുവർലി ഒരു ബ്യൂറോക്രാറ്റിക് കൺട്രോളിൽ കിടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഡിവിഷണൽ റെയിൽവേ മാനേജർ ഇതിനകത്ത് മുൻകൈ എടുത്തിട്ട് അദ്ദേഹം കൂടെ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് റെയിൽവേ ഇംപ്ലിക്കേറ്റ് ചെയ്യാനാണ് ഇതിന്റെ കംപ്ലീറ്റ് അറ്റംപ്റ്റ് നടക്കുന്നതെന്നുള്ള എനിക്ക് നേരത്തെ തന്നെ നമ്മൾ നോക്കുമ്പം ഓരോരുത്തരുടെ പ്രസ്താവന വന്നപ്പം അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റെയിൽവേ ആണ് ഇതിന്റെ കാരണക്കാരൻ, റെയിൽവേ ആണ് ഇതിന്റെ കാരണക്കാരൻ. അല്ല, ഒറ്റ കാര്യം സാർ, അങ്ങനെ ഒന്നും വേണ്ടി വന്നിരുന്നില്ല. റെയിൽവേ സഹകരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് എത്ര ബ്യൂറോക്രാറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ ഇരിക്കുന്നത്, ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, ഇവരേൽപ്പിച്ച ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തിക്കിറങ്ങിയ ആളല്ലേ. ഇല്ല, വേണു പറഞ്ഞാൽ ഏറ്റവും കറക്റ്റാണ്. അത് നമ്മളിപ്പോ വേറെ കാര്യം നോക്കണം വേണു. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെയിൽവേ ട്രെയിൻ ഓടിക്കൊണ്ട് വരുമ്പം ട്രാക്കിൽ ഒരാളിനെ ഇടിച്ച് ട്രെയിൻ ഇടിക്കുന്നു. റെയിൽവേ അവിടെ ലൈനൊന്നും നിർത്താറില്ല. റെയിൽവേയുടെ സർവീസുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതേപോലെയാണ് അവർ ഇവിടുത്തെ കാര്യം കണ്ടത്. ഇപ്പൊ നമ്മൾ ട്രാക്കിൽ 2 അമ്മയും കൊച്ചും ഒക്കെ നമ്മൾ എത്രയോ പേരെ ഈ ട്രാക്കിൽ നിൽക്കുന്ന ഡ്രൈവറിനെ കാണാൻ, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സെക്കൻഡ്, അതേ സംബന്ധിച്ച് ഒരു പരിശോധനയിലേക്ക് റെയിൽവേ കടക്കില്ലേ? അതല്ല, വണ്ടി ഇങ്ങനെ പോകും, ആര് കുറുകെ വന്നാലും ഞങ്ങൾ ഇടിച്ച് മുന്നോട്ട് പോകും, അങ്ങനെ സംവിധാനമാണോ റെയിൽവേ? റെയിൽവേയിൽ അങ്ങനെയാണ് നമ്മൾ നോക്കിക്കോ. അല്ല, പിന്നീടുള്ള പരിശോധനയിലേക്ക് അവർ കടക്കുമോ ഇല്ലയോ, അതാണ് എന്റെ ചോദ്യം. ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് ആണല്ലോ ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ നടക്കുന്നത്. അതിലുള്ള സമീപനം എന്താണെന്നതാണ് ചോദ്യം. അല്ല, ആ സമീപനം വേണം. കാരണം ഇതിന്റെ അകത്ത് ഇതിപ്പോ ഇന്നൊരു സംഭവിച്ചു, നമുക്ക് ആള് ജീവനോടെ തിരിച്ച് കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇന്ന് നാം സംഭവിച്ചത് ശരിയാണ്. പക്ഷെ നമുക്ക് ഇത് ഇനിയും നാളെ പോലെ ഇനിയും സംഭവിക്കും. അപ്പൊ സംഭവിക്കാതിരിക്കാനായിട്ട് റെയിൽവേയും കൂടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന ഒരു ചർച്ച നടത്തിയിട്ട് ഇതിനെ ഈ ടണലിംഗ് ഇവിടെ വന്നിരിക്കാൻ ബോട്ടിൽ നെക്ക് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഇതിനകത്ത് വന്നേക്കും. കാരണം ഇതിന് നമുക്ക് ഈ മാലിന്യം ഇതിനകത്ത് കൂടെ പോകുന്നുള്ളൂ, വേറെ വഴിയില്ല. അപ്പൊ വഴിയില്ലാത്ത സ്ഥിതിക്ക് റെയിൽവേയുടെ ടോപ്പ് എഞ്ചിനീയർ, ആക്ച്വലി റെയിൽവേയുടെ ചീഫ് എഞ്ചിനീയർ ലെവലിലുള്ള ഒരാളാണ് ഇവിടെ വരേണ്ടത്. കാരണം സദേൺ റേഞ്ചിലുള്ള ഒരു ചീഫ് എഞ്ചിനീയർ വന്ന് കൂടെ നിന്നിട്ട് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് കൂടെ. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇത്രയും ബ്യൂറോക്രാറ്റിക് സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന എന്താണ് കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാലും ആ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുക, അതിനുശേഷം അതിൻ്റെ പരിശോധനയിലേക്ക് കടക്കാൻ, അങ്ങനെയൊക്കെ മാതൃകാപരമായാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് അങ്ങ് പറയുന്നുവെങ്കിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇതേ കേന്ദ്രം എത്ര മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പം മേയർ പറയുകയായിരുന്നു റെയിൽവേയുടെ മാലിന്യം എങ്ങനെ സംസ്കരണം നടത്തുന്നു എന്ന പരിശോധനയിലേക്ക് ഇനി നഗരസഭ കടക്കുകയാണ്. നേരത്തെ ഇവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇവർ പ്രതികരിച്ചില്ല. അവസാനം ഈ പറയുന്ന യോഗങ്ങൾ ചേരുമ്പോൾ വിളിക്കുമ്പോൾ വരുന്നില്ല. ഏറ്റവും ഒടുവിൽ 7 ദിവസത്തെ സമയപരിധി വെച്ചൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി കാത്തിരിക്കുകയാണ് കോർപ്പറേഷൻ അധികൃതർ. എന്ന് മാത്രമല്ല, മേയർ പറഞ്ഞൊരു കാര്യമുണ്ട്, മേയറെ നമുക്ക് വിമർശിക്കേണ്ട 100 കാര്യങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇതൊരു ഉത്തരവാദപ്പെട്ട സംവിധാനം, അവർ പ്രവർത്തിക്കുന്ന ഏറ്റവും കേന്ദ്ര സ്ഥലത്ത് ഈ അപകടം നടന്നിരിക്കുന്നു എന്ന ഘട്ടത്തിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടേണ്ടത് അവരായതുകൊണ്ടാണ് ആ ചോദ്യം. ശ്രീ രഘുചന്ദ്രൻ നായർ, ഈ ഫീക്കർ വേസ്റ്റ് അടക്കം, അതുപോലെ തന്നെ ഈ വാഹനം, ഈ ട്രെയിനുകൾ, ഇതിൻ്റെ കോച്ചുകളെല്ലാം വാഷ് ചെയ്തതിന് ശേഷം എല്ലാ മാലിന്യവും ഈ മാൻഹോളിലൂടെയാണ് ഇറക്കി വിടുന്നത്, തള്ളിവിടുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റാളുകളിലെ മാലിന്യം, ഈ ക്യാൻറ്റീനിലെ മാലിന്യം, ഇതെല്ലാം അവിടേക്കാണ് തള്ളപ്പെടുന്നതെന്ന് പറയുന്നു. കൂടാതെ STP സംവിധാനം ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പ്രവർത്തികൾ പോലും ചെയ്തിട്ടില്ല ഈ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനമെങ്കിൽ അതിനൊരു ഉത്തരവാദി ഉണ്ടാകേണ്ടേ? ആ ഉത്തരവാദിയും കൂടെ ചേർന്നതാണ് ഇപ്പോൾ ഈ ജോയി കിടക്കുന്ന കുരുക്ക്. വേണു പറഞ്ഞ ഏറ്റവും നല്ല കാര്യമാണ്. ഇതിനകത്ത് കറക്റ്റാണ്. റെയിൽവേക്കകത്ത് ഉണ്ടാവുന്ന സംവിധാനം റെയിൽവേക്കകത്ത് ഉണ്ടായേ പറ്റൂ. അത് STP ആവട്ടെ, അതിന്റെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ്, അവർ നേരത്തെ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് അവിടെ വെച്ചിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവർ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് അത് എന്തായാലും എനിക്ക് അറിയത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം ഈ ബയോ ടോയ്ലറ്റ്സ് വന്ന ശേഷമാണ് ഫീക്കൽ വേസ്റ്റ് അതിൽ പോകാതിരിക്കുന്നത്.
ആ ബയോ ടോയ്ലറ്റ്സിന്റെ വന്ന ശേഷം ആ ഫീക്കൽ വേസ്റ്റിൽ പോകുന്നു. പക്ഷെ ഈ കഴുകുന്ന വെള്ളവും ആ മഴ വെള്ളവും എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കനാലിന്റെ അകത്ത് തന്നെ പോകുന്നുണ്ട്, യാതൊരു സംശയം വേണ്ട. പക്ഷെ റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. കാര്യം അവരുടെ കോമ്പൗണ്ടിൽ വരുമ്പോൾ അവരുടെ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി റെയിൽവേ എടുക്കണം. റെയിൽവേക്ക് ഓക്കെ വി വിൽ മാനേജ് അവർ വേസ്റ്റ് എന്നുള്ള രീതിയിൽ പോകണം. കാര്യം മറ്റേ വേസ്റ്റ് ഇങ്ങനെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പിന്നെ ഇനി അതവിടെ നിൽക്കട്ടെ, അത് നിയമാനുസൃതം ചെയ്യുന്നില്ല. ഒരു ധനുവച്ചപുരത്ത് ഏജൻസിക്ക് കൊടുക്കുന്നു, 2 അന്യ സംസ്ഥാന തൊഴിലാളികളും ഒരു മലയാളിയും ഇറങ്ങിയാണ്, 1500 രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ജോയിയും ഇറങ്ങുന്നത്. എന്ത് സൗകര്യം ഉണ്ടായിരുന്നു? നമ്മളോട് ആ തൊഴിലാളികൾ പറഞ്ഞ എന്താണ്, ഒരു കയറിട്ട് കൊടുത്തു, അതിൽ പിടിക്കാൻ പറ്റാതെ പോയപ്പോൾ അങ്ങ് ഒഴുക്കിലേക്ക് അങ്ങ് പെട്ടുപോയി എന്ന്. അപ്പോൾ ഒരു കയറുമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും വലിയ മാലിന്യ കൂമ്പാരം മാറ്റാൻ നമ്മൾ എന്തൊക്കെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അവിടുന്ന് ആ മാലിന്യം ഇറക്കി മാറ്റിയത്? 40 ലോഡാണ് മാലിന്യം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ആ മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ട സാഹചര്യം വന്നത്? അവിടെയാണ് ഒരു കയറും കൊടുത്ത് 3 പേരെ ഇറക്കി വിട്ടിരിക്കുന്നത് റെയിൽവേ. ഇതിന് പറ്റിയിരിക്കുന്ന അല്ല സാറേ, അവിടെ ബ്യൂറോക്രാറ്റിക് സംവിധാനം ഒന്നുമില്ലേ ഇതിന്റെ സുരക്ഷ പരിശോധിക്കാൻ? വേണം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുക. ഈ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ എന്തുവാകാമെന്നാണോ? കയർ കൊടുത്തിറക്കാമെന്നാണോ ആളുകളെ? ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ആ ഏജൻസിക്ക് കമ്പീറ്റൻസ് ഉണ്ടോ, കേപ്പബിലിറ്റി ഉണ്ടോ, അതിന് മെഷീനറി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് വേണം ഔട്ട്സോഴ്സ് ചെയ്യാൻ. കാരണം ഇത് ഒരു വെരി വെരി ഡെലിക്കേറ്റ് വർക്കാണ്. കാരണം ഇതിന്റെ സ്കാവെഞ്ചിങ് വർക്കിന് തുല്യമായിട്ടുള്ള ഒരു വർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. അത്രയും മോശമായിട്ടുള്ള വർക്കാണ്. അപ്പൊ അതിനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടോ, അതിനായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടോ, അങ്ങനെ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം കൂടെ അവർ പരിശോധിച്ചിട്ട് വേണം ഇത് ഔട്ട്സോഴ്സിംഗ് ഏജൻസി. ശരി, ഇതിലൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത്, ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ പ്രാഥമികമായി വേണ്ടത് ഉത്തരവാദിത്വത്തോടെ അതിൽ എത്രമാത്രം സഹകരിക്കാൻ കഴിയുമെന്ന ചിന്ത പോലും ഈ റെയിൽവേക്കില്ല എന്നതാണ് തെളിഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ അവർ വിചാരണ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിപ്പോൾ ഈ മണിക്കൂറിലല്ല അടുത്ത മണിക്കൂറിലാണ് എന്ന് പറയുന്ന ഒരു ഗോൾഡൻ അവറും കൊടുക്കേണ്ട കാര്യമില്ല.